അതാണ് പറയാനുള്ളത്. കിതാബിൻ്റെ പേരാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഹിദായത്തുൽ അദ്കിയ ഇലാ ത്വരീഖിൽ ഔലിയ. ഇത് രചിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട വലിയ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി എന്നവരാണ്. അവരുടെ മുഴുവൻ പേര് നമ്മൾ കഴിഞ്ഞ ഫിഖ്ഹിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിൽ ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അവരുടെ പൂർണ്ണനാമം അത് സൈനുദ്ദീൻ ബിൻ അലി അഹ്മദ് അൽ മലൈബാരി എന്നതായിരുന്നു അവരുടെ പേര്. സൈനുദ്ദീൻ ബിൻ അലി അഹ്മദ് അൽ മലൈബാരി. അവരുടെ മകൻ്റെ മകനാണ് ചെറിയ മഖ്ദൂം. അവരുടെ മകനായ ഗസാലി, മുഹമ്മദുൽ ഗസാലി എന്നവരുടെ മകനാണ് രണ്ടാം മഖ്ദൂം. അപ്പോൾ ഒന്നാം മഖ്ദൂമാണ് ഈ കിതാബ് എഴുതിയത്. രണ്ടാമത്തെ മഖ്ദൂമാണ് എന്ന് വെച്ചാൽ പേരക്കുട്ടിയായ മഖ്ദൂമാണ് പിന്നെ ഫത്തുഹുൽ മുഈൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പാരായണം ചെയ്യാൻ പോകുന്ന കിതാബ് അത് പൊന്നാനിയിൽ മറവിട്ട് കിടക്കുന്ന ആ മക്ബറയിലുള്ള വലിയ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അവരാണ്. അവരെപ്പറ്റി പറയുകയാണെങ്കിൽ മഹാപണ്ഡിതനായിരുന്നു. പിന്നെ ലോകത്ത് അവർക്ക് ശേഷം എഴുതപ്പെട്ട ഉലമാക്കളെ പറ്റി എഴുതപ്പെട്ട കിതാബുകളിലെല്ലാം ഏകദേശവും പിന്നെ ഇവരെപ്പറ്റി രണ്ടാളെ പറ്റിയിട്ടും കൃത്യമായിട്ടുള്ള വിവരണങ്ങളുണ്ട്. അവർ ജനിക്കുന്നത് 1467 ഹിജറ 873 എന്ന് വെച്ചാൽ നമ്മുടെ സുയൂത്തി ഇമാമൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത്, ആ കാലത്താണ് ജനിക്കുന്നത്. നമ്മൾ 2025 1467 അവർ ജനിക്കുന്നത്. പിന്നെ അവർ ജനിക്കുന്നത് ആ സമയത്താണ്. പിന്നെ അങ്ങനെ വളർന്നു. അവരെ പിന്നീടുള്ള പഠനം ജാമിഉൽ അസ്ഹർ ഷെരീഫിലായിരുന്നു. എന്ന് വെച്ചാൽ പിന്നെ ഈജിപ്തിലുള്ള അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ അവിടെയാണ് അവർ പഠിച്ചത്. അൽ അസ്ഹർ ഒരുപാട് കൊല്ലങ്ങൾ മുന്നേ, ഏകദേശം 900 കൊല്ലം മുന്നേ അവിടെ ഉണ്ട്. പിന്നെ അവിടെ ഇമാം സഖാവി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ പണ്ഡിതനായിരുന്നു. എന്ന് വെച്ചാൽ ഇമാം സഖാവി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെയൊക്കെ ശിഷ്യനായിട്ട് വരും. അതുപോലെ ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, പിന്നെ ഇമാം സബീദി, ഇവരിൽ നിന്നെല്ലാം അറിവ് പഠിച്ചിട്ടുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് പഠിച്ച ശേഷമാണ് അവർ പിന്നെ വീണ്ടും തിരിച്ച് പൊന്നാനിയിലേക്ക് വരുന്നത്. തിരിച്ച് പൊന്നാനിയിൽ വന്ന ശേഷം അവിടെ പള്ളി സ്ഥാപിക്കുകയും പള്ളി ദർസ് സ്ഥാപിക്കുകയും അങ്ങനെ അത് വലിയൊരു പള്ളി ദർസ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അന്ന് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറിവ് പഠിക്കാൻ വേണ്ടി പൊന്നാനിയിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും അവർക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഞാൻ നീട്ടിപ്പരത്തി പറയാനല്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണിത്. പിന്നെ നമ്മളിപ്പോൾ ഓതുന്ന ഹിദായത്തുൽ അദ്കിയ എന്ന് നമ്മൾ പൊതുവെ പറയും ആ കിതാബ്. പിന്നെ സീറത്തുൻ നബവിയ്യ, ഉർജൂസത്തുൻ ഫിൽ ഫൽസഫ, അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഈ വലിയ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക്. അങ്ങനെ അവർ വഫാത്താവുന്നത് 1522 പൊന്നാനിയിലാണ് വഫാത്താവുന്നത്. ഹിജറ വർഷം 928 വഫാത്താവുന്നത്. ഇനി നമുക്ക് കൂടുതൽ മുഖവരകളില്ലാതെ നേരെ കിതാബിലേക്ക് കടക്കാം. അതിനു മുന്നേ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്, ഈ കിതാബിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് തസവ്വുഫാണ്. തസവ്വുഫിനെ പറ്റി ആരെങ്കിലും ഒരാളൊന്ന് ഒരു ഇൻട്രൊഡക്ഷൻ തരുമോ? എന്താണ് തസവ്വുഫ് എന്നുള്ള ഒരു നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം? അല്ലാ ബിസ്മില്ല. പറഞ്ഞോളി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അയ്യോ വെരി ഗുഡ്. വെരി ഗുഡ്. നല്ലൊരു ആൻസറാണ് പറഞ്ഞത്. പിന്നെ വേറെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ തസവ്വുഫിനെ പറ്റിയിട്ട്? നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച്? ആത്മസംസ്കരണം. അതെ, ആത്മാവിനെ സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണല്ലേ? ഒന്നും കൂടി വിശദീകരിച്ചാൽ? അപ്പോൾ പറഞ്ഞോളൂ.
ഉം, ഉം. ഓക്കെ, വെരി ഗുഡ്. മാഷാ അല്ലാ. ഏതായാലും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു താല പറഞ്ഞല്ലോ, രണ്ടിലധികം സ്ഥലങ്ങളിൽ പല രൂപത്തിലും പറഞ്ഞു. ഖദ് അഫ്ലഹ മൻ തസക്ക, ഖദ് അഫ്ലഹ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു, മൻ തസക്ക ആത്മസംസ്കരണം നടത്തുന്ന ആൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അപ്പോൾ ആത്മസംസ്കരണം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലായി. വിജയിക്കണമെങ്കിൽ ആത്മസംസ്കരണം വേണമെന്നും മനസ്സിലായി. എന്നാൽ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, അതുപോലെ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ സക്കാഹ, മനസ്സിനെ ആത്മാവിനെ സംസ്കരിച്ച ആളുകൾ വിജയിച്ചു. എൻ്റെ ചോദ്യം, എന്തിനാണ് ആത്മാവിനെ സംസ്കരിക്കുന്നത്? സംസ്കരിച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതെ 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 അതെ, വെരി ഗുഡ്. സംസ്കരിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് പെടും. മാത്രമല്ല, ഖദ് അഫ്ലഹ മൻ തസക്ക എന്ന് പറഞ്ഞാൽ പിന്നെ സംസ്കരിച്ചവൻ വിജയിച്ചു. അപ്പോൾ സംസ്കരിക്കാതെ മനസ്സിങ്ങനെ എല്ലാവരോടും ദേഷ്യം വെറുപ്പും വെച്ച് അടക്കുന്ന ആൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു സഹാബിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മൂപ്പര് സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അന്വേഷിക്കാൻ പോയല്ലോ വേറൊരു സഹാബി, സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അവരുടെ ഒരു ക്വാളിറ്റി ആയിട്ട് കണ്ടെന്താ, അവർക്ക് ഒരാളോടും പ്രത്യേകിച്ച് വെറുപ്പും വിദ്വേഷമൊന്നുമില്ല, മനസ്സ് ക്ലിയറാണ്. അപ്പോൾ സലീമായ കൽബോടുകൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവനെ വിജയിക്കുള്ളൂ എന്ന് മറ്റൊരായത്തിലും അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഇല്ലാമൻ അത്തല്ലാഹ ബി കൽബിൻ സലീം. മരണസമയത്ത് ഹൃദയം ശുദ്ധിയായിരിക്കണം, എന്നാലേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നാണ് ആ ആയത്തിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ കിതാബ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് തസവുഫ്, ഹൃദയം സംസ്കരിക്കാനുള്ള ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ലൊരു കിതാബാണ് നമ്മൾ ഓതുന്നത്. ഇതിനെപ്പറ്റി മമ്പുറത്തുപ്പാപ്പ തങ്ങൾ പറഞ്ഞത്, ഇത് നല്ല മനുഷ്യന്മാർക്ക്, ഹൃദയം തെളിയുന്ന ആളുകൾക്ക് അവർക്കുള്ള ഭക്ഷണമാണ് എന്നാണ് ഈ കിതാബിനെ പറ്റി പരിചയപ്പെടുത്തിയത്. റിസ്ഖുൽ അസ്ഫിയ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മാത്രമല്ല, വേറെ 2 കിതാബും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ കിതാബ് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഞാൻ ബോധ്യപ്പെടുത്തിയത്. അപ്പോൾ തസവുഫ്, നമ്മുടെ ആത്മസംസ്കരണം നടത്താൻ ഈ കിതാബ് പഠിക്കുന്നതുകൊണ്ടുള്ള നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ നന്നാവുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം ഒന്നുകൂടി ശ്രദ്ധയോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരു കെട്ടഴിഞ്ഞ ജീവിതം എന്നതിനപ്പുറം കൃത്യമായ ഒരു രൂപരേഖയിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന, പുഴയിലേക്ക് വീഴുന്ന ഒരു ഇലയുടെ അവസ്ഥ എന്താ? അത് ഒഴുക്കിനനുസരിച്ച് നീന്തുകയാണ്, അല്ലാതെ അത് പ്രത്യേകമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഈ ഒഴുക്കിനനുസരിച്ച് നമ്മൾ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ബോധം ഉണ്ടാവില്ല, അപ്പോൾ ഗഫ്ലത്തായിരിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ അഅറള അൻ ദിക്രി. പല അർത്ഥങ്ങളുണ്ട് അതിന്. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ള ഈ വിശുദ്ധ ഖുർആനിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ അതനുസരിച്ച് ജീവിക്കാതെ അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആൾ, അവനിക്ക് വളരെ കുടുസായ ജീവിതമായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല, പാരത്രിക ലോകത്ത് അവൻ അന്ധനായിട്ടാണ് പുനർജനിക്കുക. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒഴുക്കിനൊരുമിച്ച് നീന്താതെ നമ്മൾ കൃത്യമായി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മുടെ ചിന്തകളെക്കുറിച്ചും ഒരു ബോധം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ തസവുഫ് പഠിക്കുന്നതുകൊണ്ട് പ്രധാനമായിട്ട് ലക്ഷ്യമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഒരു നല്ല നിയ്യത്തോടു കൂടെ ഇത് തുടങ്ങാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഏതൊരു കാര്യവും ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, എല്ലാ അമലും നിയ്യത്ത് കൊണ്ടാണ് അളക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നിയ്യത്തിനനുസരിച്ചിട്ടാണ് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു നിയ്യത്തോടു കൂടെയാണ് നമ്മൾ ഈ കിതാബ് ഓതാൻ വേണ്ടി ഇരിക്കേണ്ടത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാനൊന്ന് ഈ വിഷയം സൂചിപ്പിച്ചതാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ തന്നെ ആക്കി തരട്ടെ. അപ്പോൾ കിതാബ് തുടങ്ങാം അല്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? അപ്പം നമ്മൾ ഓതുന്ന കിതാബിൻ്റെ പേരെന്താ? ആരെങ്കിലും ഒരാൾ പറയും. ഇലാ ത്വരീഖിൽ ഔലിയ അല്ലേ? ഹിദായത്തുൽ അദ്കിയ. അദ്കിയ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമാന്മാർ, അവർക്കുള്ള സന്മാർഗ ദർശനം. ഇലാ ത്വരീഖിൽ ഔലിയ, ഔലിയാക്കന്മാരുടെ വഴിയിലേക്കുള്ള സന്മാർഗ ദർശനം. അൽഹംദുലില്ലാഹിൽ മുവഫിഖി ലിൽ ഉല ഹംദൻ യുവാഫി ബിർറഹുൽ മുതകാമില. ഒന്നാമത്തെ വരി, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അൽ മുവഫിഖി ലിൽ ഉല, അവൻ തൗഫീഖ് നൽകുന്നവനാണ്. ലിൽ ഉല, ഔന്നിത്യത്തിന് തൗഫീഖ് നൽകുന്നവനാണ്, വഴിയൊരുക്കുന്നവനാണ്, അതിനുള്ള തൗഫീഖ് തരുന്നവനാണ്. ഉല എന്ന് പറഞ്ഞാൽ ഔന്നിത്യം. അപ്പോൾ ഒരാൾക്ക് മനസ്സ് ശുദ്ധിയായിട്ട് അള്ളാഹിൻ്റെ മുന്നിൽ വലിയവനാവാനുള്ള, അതിനുള്ള ഒരു അള്ളാഹുവിൻ്റെ മുന്നിൽ വിലയുള്ളവനാവാനുള്ള തൗഫീഖ് നൽകുന്നത് അള്ളാഹ് തന്നെയാണ്. അവനിക്കാണ് സർവസ്തുതിയും. ഹംദൻ യുവാഫി ബിർറഹുൽ മുതകാമില, ഹംദൻ, ഒരു ഹംദിനെ ഞാൻ ചെയ്യുന്നു. യുവാഫി ബിർറഹുൽ മുതകാമില, അവൻ്റെ പരിപൂർണമായ, അവൻ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, അതിനെല്ലാം പകരമാകുന്ന അത്രയും ഹംദ് ഞാൻ ചെയ്യുന്നു. അതിപ്പോൾ തിട്ടപ്പെടുത്താൻ കഴിയില്ല. അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതിന് യോജിക്കുന്ന അത്രയും ഹംദ് ഞാൻ അവനെ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും തുടങ്ങുമ്പോൾ ബിസ്മിയും ഹംദൊക്കെ പറയൽ സുന്നത്താണല്ലോ. അങ്ങനെ പറയാതെ തുടങ്ങുന്നത്, അതിനെ പറ്റിയിട്ട് പറഞ്ഞത് ഫഹുവ അബ്തറു ഫഹുവ അജ്ദമു, മറ്റൊരു റിവായത്ത് പറഞ്ഞത്. അപ്പോൾ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ഹംദും ബിസ്മിയൊക്കെ അവർ ബിസ്മി ചൊല്ലിയിട്ടുണ്ടാവും, ബൈത്തിൽ ഹംദ് കൊണ്ടുവന്നതായിരിക്കാം. അപ്പോൾ ബിസ്മിയും ഹംദും കൊണ്ട് തുടങ്ങൽ അത് ഹദീസിൽ പ്രസ്താവിച്ചതാണ്. ബിസ്മി, ഹംദ്, സ്വലാത്ത് ഇവ നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോൾ അതിൻ്റെ മുന്നേ വേണം, നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ. അതനുസരിച്ചിട്ടാണ് ഹംദ് കൊണ്ട് ഈ കിതാബ് തുടങ്ങിയത്. സുമ്മസ്വലാത്തു അലൻ നബിയിൽ മുസ്തഫ, സുമ്മസ്വലാത്തു അലൻ നബിയിൽ മുസ്തഫ. പിന്നെ സ്വലാത്ത് ഉണ്ടാവട്ടെ. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് പ്രത്യേകമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം. അതെന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതേസമയത്ത് അള്ളാഹു എന്താണ് മനസ്സിലാക്കിയല്ല, അവൻ ചെയ്യുന്ന പ്രത്യേകമായ അനുഗ്രഹത്തെ മനസ്സിലാക്കാൻ കഴിയല്ല. ആ പ്രത്യേകമായ അള്ളാഹുവിൻ്റെ ആ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ അലൻ നബിയിൽ മുസ്തഫ, അതരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുണ്ടാവട്ടെ. നബി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി അയക്കപ്പെട്ട പ്രവാചകൻ. അൻ നബിയിൽ മുസ്തഫ, മുസ്തഫ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടതായ, മുസ്തഫ എന്ന പദത്തിൻ്റെ അർത്ഥം പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. വൽ ആലി, ആ സലാമ് പറഞ്ഞിട്ടില്ല, സലാം ഈ സ്വലാത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. വൽ ആലി, ആലിൻ്റെ മേലിലുണ്ടാവട്ടെ, നബി കുടുംബത്തിൻ്റെ മേലിലുണ്ടാവട്ടെ. മഅ സഹ്ബിൻ, സ്വഹാബത്തിൻ്റെ മേലിലുണ്ടാവട്ടെ. വ തുബ്ബാഇൻ വില, അതുപോലെ തന്നെ സ്വഹാബികളെ പിന്തുടർന്നവരുടെ മേലിലും ഉണ്ടാവട്ടെ. വല്ലദീന തബഊഹും ബി ഇഹ്സാൻ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, സ്വഹാബികളെ അവർ പിൻപറ്റിയ അതേ മാർഗത്തിൽ അവരെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും പഠിച്ച മനസ്സിലാക്കിയ കാര്യങ്ങൾ അതുപോലെ പിൻപറ്റുന്നവരുടെ മേലിലും അള്ളാഹുവിൻ്റെ സ്വലാത്ത് ഉണ്ടാവട്ടെ എന്നാണ് പറഞ്ഞത്. വിലാഅൻ, തുടരെയായി, എപ്പോഴും എന്നർത്ഥം. ഡൗട്ടൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇല്ല വിചാരിക്കല്ലേ. ഇനി വിഷയത്തേക്ക് കടക്കാട്ടോ. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തിൻ വത്തിബാഉ അഹ്വാ റഅ്സു ശദ്ദി ഹബായില. ഒന്ന് എല്ലാവരും പറഞ്ഞു നോക്കിയാ ബൈത്ത്. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തിൻ, ഒന്ന് പറഞ്ഞു നോക്കി. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തിൻ. ഇത് വലുതാക്കണോ കുറച്ചും കൂടി? ഹബായില
അയ്യോ വെരി ഗുഡ്. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തിൻ. എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്, മാനദണ്ഡം എന്ന് പറയുന്നത് തഖ്വയാണ്. തഖ്വയാണ് എല്ലാ വിജയത്തിൻ്റെയും മാനദണ്ഡം. വതിബാഉ അഹ്വാ, മനസ്സിൻ്റെ ഈ തോന്നലുകൾക്ക് പിൻപറ്റിക്കൊണ്ട് പോവൽ, അതാണ് റഅ്സു ശജ്ജി ഹബായില, എല്ലാ മോശമായ ചതികളിലും ചെന്ന് പെടാനുള്ള കാരണം അത് സ്വയേച്ഛയനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. താന്തോന്നിയായി നടക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മനസ്സിനെന്താ തോന്നുന്നത് അതിനനുസരിച്ച് ചെയ്യുക. അവിടെ അള്ളാഹ് എന്താ പറഞ്ഞതെന്ന് നോക്കാതെ ചെയ്യുന്നതാണ് എല്ലാ ചതികളിലും മനുഷ്യൻ ചെന്ന് പെടുന്നതിൻ്റെ കാരണം. തഖ്വൽ ഇലാഹി, അള്ളാഹുവിനെ തഖ്വ ചെയ്യലാണ് മദാറു കുല്ലി സആദത്തിൻ, എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം. സആദത്ത് എന്ന് പറഞ്ഞാൽ വിജയം. അപ്പോൾ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും ഒരാൾ പറയും. തഖ്വ എന്ന് നമ്മൾ കുറേ കാലമല്ലേ കേൾക്കുന്നത്. തഖ്വ എന്ന് പറഞ്ഞാലേ അത് അല്ല. തഖ്വ എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് അല്ല. എങ്ങനെ? ആഹാ, അതെ 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 അതെ, ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത ഉണ്ടാവുക എന്നുള്ളത്. അത് സൂക്ഷ്മതക്ക് നമ്മൾ പറയാം. അത് നമ്മളിപ്പോൾ പഠിക്കും. അപ്പോളേ തഖ്വ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, തഖ്വ എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ സൂക്ഷിക്കുക എന്നാണ് അതിനർത്ഥം. തഖ്വ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക. സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനെ സൂക്ഷിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ വന്ന്, അതിപ്പം ഭാഷാർത്ഥമാണ്. അപ്പോൾ തെറ്റിനെ സൂക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പൊതുവെ തഖ്വ എന്ന് പറഞ്ഞത്. എവിടെ പോയാലും തഖ്വ വേണമെന്ന് പറഞ്ഞാൽ തെറ്റ് സംഭവിക്കുന്നതിൽ നിന്ന് നമുക്കൊരു സൂക്ഷ്മത വേണം. സൂക്ഷ്മത പറഞ്ഞാൽ വറ എന്നുള്ള അർത്ഥത്തിനല്ല. വറ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ സൂക്ഷ്മത ഉണ്ട്. അത് ഹറാമല്ലാത്ത കാര്യങ്ങളും ചിലപ്പോൾ ഒഴിവാക്കും. അതിൽ പെടുന്നതാണ് ആ സൂക്ഷ്മത എന്നുള്ളത്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന തഖ്വ എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്നും വിട്ടു നിൽക്കുക. എന്താണ്? തെറ്റിൽ നിന്നും വിട്ടു നിൽക്കുക. പിന്നെ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇതാണ് തഖ്വ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ മുത്തക്കി എന്ന് ഒരാളെ പറ്റിയപ്പോൾ പറയാം, തഖ്വ ഉള്ള ആൾ എന്ന് എങ്ങനെയാണ് പറയാം ഒരാളെ പറ്റി? ഓനൊരു മുത്തക്കിയാണ് എന്ന് പറയണമെങ്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ചാണ് അവൻ ജീവിക്കുന്നത്. അവൻ പരസ്യമായിട്ട് ഒരു തെറ്റും ചെയ്ത് നമ്മൾ കാണുന്നില്ല. ഓന് അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ആളുകൾ, ഒരു തെറ്റും അവരെ സംസാരത്തിലോ അല്ല ഒരാളെ കുറ്റം പറയാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താ പറയുക ഹറാമായ രൂപത്തിൽ പണം സമ്പാദിക്കലോ ഒന്നുമില്ല. അങ്ങനെ ഒരു തെറ്റയാൾ ചെയ്യുന്നില്ല. ഇബാദത്തുകളൊക്കെ നിർബന്ധമായ കാര്യങ്ങളൊക്കെ മൂപ്പര് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പള്ളിയിലൊക്കെ വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓനെപ്പറ്റി മുത്തക്കി എന്ന് പറയാം. അപ്പോൾ തഖ്വ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം, തഖ്വ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് തെറ്റുകളെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നത് തന്നെയാണ്. തെറ്റുകളെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നത് തന്നെയാണ്, പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് തഖ്വയുടെ മാനദണ്ഡം. ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായില്ലേ തഖ്വ എന്താണെന്നുള്ളത്? ഓക്കെ. അപ്പോൾ തഖ്വ എന്ന് പറഞ്ഞാൽ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കലാണ്. നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു അഅറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു. അഅറാബി എന്ന് പറഞ്ഞാൽ ഭയങ്കര പരുക്കൻ സ്വഭാവമായിരിക്കും, സംസാരം കാര്യങ്ങളൊക്കെ. ഒരിക്കൽ നബി തങ്ങളുടെ കഴുത്തിലുണ്ടായിരുന്ന ഷാള് വലിച്ചു ഊരിയ കണ്ടില്ലേ, എന്നിട്ട് എനിക്ക് പൈസ അതാന്ന് പറഞ്ഞ ആളാണ്. ഇങ്ങനെ അഅറാബികളുടെ ഒരു പ്രകൃതി അങ്ങനെയാണ്, അവരൊരു ശൈലി അങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ വീട് വയനാട്ടിലാണ്. അപ്പോൾ അവർ ഈ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ഒരു കുറച്ചൊരു വിഭാഗം നമ്മൾ കുറച്ച് മുന്നിലൂടെയൊക്കെ ചിലപ്പോൾ പോകും ആ വഴിക്കൊക്കെ.
അപ്പോൾ അവരുടെ സംസാരത്തിലൊക്കെ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ തെറിയായിരിക്കും. അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അവർ എന്നൊക്കെ ചോദിക്കാൻ ചങ്ങായി എന്നൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുക. അതവരുടെ പ്രകൃതമാണ്. എന്ന് പറഞ്ഞതുപോലെ ഒരു അറാബി വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ ഇസ്ലാമിലൊക്കെ വിശ്വസിക്കാം, ഓക്കെ, പക്ഷെങ്കിൽ എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞതാ. അപ്പോൾ പറഞ്ഞു ഈമാൻ കാര്യങ്ങൾ പറഞ്ഞ് ഇസ്ലാമിൻ്റെ എന്താണ് ഇസ്ലാം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ 5 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അല്ലാഹ്ക്കല്ലാതെ ഷിർക്ക് ചെയ്യരുത്, പിന്നെ തൗഹീദ് കൊണ്ട് വിശ്വസിക്കുക, പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, കയ്യെങ്കിൽ ഹജ്ജ് ചെയ്യുക, ഈ 5 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിതിൽ ഒരു കാര്യം പോലും ഇതിൽ എക്സ്ട്രാ ചെയ്യൂല കേട്ടോ, ഈ പറഞ്ഞതിൽ നിന്നൊന്നും കുറക്കില്ല, ഞാൻ സ്വർഗത്ത് പോകുമെന്ന് ചോദിച്ചു. അപ്പം നബി തങ്ങൾ പറഞ്ഞ്, സ്വർഗത്ത് പോവും, ഓക്കെ, അതുപോലെ ചെയ്താൽ പോവും, ഓക്കെ. ആ അറാബി തിരിച്ചു പോയി. അപ്പോൾ സഹാബികൾ വന്നിട്ട് ചോദിച്ചു, അല്ല അങ്ങനെയാണ്, പിന്നെ ഈ പറഞ്ഞത് ശരി തന്നെയാണോ, അങ്ങനെ പോവുക, അത് മതി, അത്ര ഉണ്ടായാൽ മതിയോ? അപ്പം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാര്യം, അതെ, മൂപ്പര് പറഞ്ഞത് സത്യമാണെങ്കിൽ അതനുസരിച്ച് മൂപ്പര് ജീവിക്കുകയാണെങ്കിൽ മൂപ്പര് സ്വർഗത്ത് പോകും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, കൽപ്പിക്കപ്പെട്ട നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുക, അതിനുപരിയായിട്ടുള്ള സുന്നത്തുകൾ ചെയ്യുന്നതിലും പ്രാധാന്യം തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനാണ്. ഒന്നും കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ, ആ അറാബി ഇസ്ലാം നിരോധിച്ച ഒരു കാര്യം ചെയ്യുന്നില്ല, പൂർണ്ണമായും തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. നിർബന്ധമായി കൽപ്പിക്കപ്പെട്ട കാര്യം മാത്രം ചെയ്താൽ തന്നെ മതി, അയാൾ രക്ഷപ്പെടുന്നതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അയാൾക്ക് ഒരാളോട് വിദ്വേഷം ഉണ്ടാവരുത്, ഒരാളോട് മോശമായ രീതിയിൽ ഒരാളെ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ വേദനിപ്പിക്കരുത്, ഹറാമായ രൂപത്തിൽ ധനം സമ്പാദിക്കരുത് എന്ന് തുടങ്ങി അയാൾ വിരോധിക്കപ്പെട്ട ഒരു തെറ്റും ചെയ്യുന്നില്ല, അതോടൊപ്പം കൽപ്പിക്കപ്പെട്ട അമലുകൾ ചെയ്യുന്നു, എന്നാൽ അയാൾ വിജയിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഞാൻ എന്തിനെ കണക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ, തഖ്വ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നിലനിൽക്കുന്നത് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറയുമ്പോൾ ആദ്യം തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം, അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? തെറ്റെന്താണെന്ന് മനസ്സിലായല്ലേ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുള്ളൂ. ചില കാര്യങ്ങൾ തെറ്റാണ് എന്ന് അറിയാത്തതിൻ്റെ പേരിൽ തെറ്റിൽ പെട്ടുപോകും. അപ്പം അങ്ങനെ സംഭവിക്കരുത്. ഇപ്പം തെറ്റുകളെ കുറിച്ച് പഠിക്കണം, ആ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക. അതിനാണ് നമ്മൾ ഈ തസവുഫിൻ്റെ കിതാബ് ഓതുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ആത്മാവുമായി ബന്ധപ്പെട്ട നമ്മുടെ മനസ്സിലും പ്രവൃത്തിയിലൊക്കെ വരുന്ന തെറ്റുകൾ, അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കിതാബ്. അത് വളരെ വിശദമായിട്ട് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഇഹിയയിലും, അതുപോലെ തന്നെ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ പിന്നെ അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ എന്ന് പറയുന്ന കിതാബിലും തെറ്റിനെ പറ്റി പറയാൻ വേണ്ടി മാത്രം, ഈ രണ്ടാമത് പറഞ്ഞ കിതാബ് സവാജിർ എന്ന് പറയുന്ന കിതാബിനെ വെച്ചാൽ നിങ്ങൾ തെറ്റുകളെ പറ്റി പഠിക്കാൻ വേണ്ടി മാത്രം എഴുതിയ കിതാബാണ്. അതിൽ വൻദോഷങ്ങളും ചെറുദോഷങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് തെറ്റുകൾ ഒരുപാട്, എല്ലാ തെറ്റുകളെയും അതിൽ പരമാവധി ഉൾക്കൊള്ളിച്ച് പറയുന്നുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൽ ഇഹ്യയിലും ആ വിഷയം റുബുഉൽ മുഹ്ലിക്കാത്ത് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് തന്നെ 1/4 ഭാഗം എന്ന് വേണം പറയാം, അതിൽ ഏകദേശം ചർച്ച ചെയ്യുന്നത് തെറ്റുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ആ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ആവശ്യകത, തെറ്റുകളുടെ ഗൗരവം ഇത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വയാണ് അള്ളാഹിൻ്റെ മുന്നിലുള്ള വിജയത്തിൻ്റെ അടിസ്ഥാനം. ഏതുപോലെ? ആ സ്വഹാബിയോട് അയാൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ എന്നർത്ഥം. വേറെ തെറ്റും ചെയ്യുന്നില്ലെങ്കിൽ അയാൾ വിജയിക്കും. കാരണം എന്താ? അടിസ്ഥാനം എന്താ? തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് തഖ്വ. ഈ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ ഈ തഖ്വൻ്റെ നേരെ ഓപ്പോസിറ്റിൽ വരുന്ന കാര്യം എന്താ? തഖ്വ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും അള്ളാഹ് കൽപ്പിച്ചനുസരിച്ച് പ്രവർത്തിക്കുക, അല്ലേ? അപ്പോൾ എനിക്ക് കള്ളു കുടിക്കണം എന്ന് തോന്നുമ്പോൾ കള്ളു കുടിക്കാൻ പോവുക, എനിക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റ് ചെയ്യണം എന്ന് തോന്നുമ്പോൾ അത് ചെയ്യുക. മനസ്സിനെന്താണ് തോന്നുന്നത് അതിനനുസരിച്ച് ചെയ്യുന്നതാണ് എല്ലാ പരാജയത്തിൻ്റെയും അടിസ്ഥാനം എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. വത്തിബാഉ അഹ്വാ. അഹ്വാ എന്ന് പറഞ്ഞാൽ അഹ്വാ എന്നാണ് അത് ഒറിജിനലിൽ. ആലിഫ് ഹംസ കളയപ്പെട്ടതാണ് ബൈത്തിന് വേണ്ടിയിട്ട്. വത്തിബാഉ അഹ്വാ, മനസ്സിൻ്റെ ദേഹേച്ഛകൾ, അഹ്വാ ഹവൻ നഫ്സ്, അതിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നതാണ്
എല്ലാ പരാജയത്തിൻ്റെയും എല്ലാ ചതിക്കുഴിയിൽ ചെന്ന് വീഴുന്നതിൻ്റെയും അടിസ്ഥാനം റഅ്സു ശരി ഹബായില. ഈ ഹബായില എന്ന് പറഞ്ഞാൽ ഹബീലത്ത്, ഈ ചൂണ്ടയിടൂലേ, ആ കയറുണ്ടല്ലോ, അതിൻ്റെ കൊളുത്തും കയറൊക്കെ അതിൻ്റെ ഏറ്റവും വലിയ ചൂണ്ടയാണ്, അതിൻ്റെ ഏറ്റവും വലിയ കൊളുത്താണ്. അതാണ് എന്ന് വെച്ചാൽ പരാജയത്തിൻ്റെ, വഞ്ചനയിൽ ചെന്ന് പെടുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം മനസ്സിൻ്റെ ദേഹേച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്ന്. എന്തെങ്കിലും ഡൗട്ടുണ്ടോ? തഖ്വ എന്താണെന്ന് മനസ്സിലായില്ലേ കൃത്യമായിട്ട്? തഖ്വ മനസ്സിലായില്ലേ? തഖ്വ മനസ്സിലാവാത്തവരുണ്ടോ? ഓക്കെ. ഇനി ഇന്ന ത്വരീഖ ശരീഅത്തുൻ വത്വരീഖത്തുൻ വഹഖീഖത്തുൻ ഫസ്മഅ ലഹാ മാ മുസ്സില. അത് പറയുന്നതിന് മുന്നേ തഖ്വനെ പറ്റി ഖുർആനിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ ഓർമ്മിപ്പിക്കാം. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അള്ളാഹുവിന് വേണ്ടി തഖ്വ ചെയ്യുന്ന ആളുകൾ എന്ന് വെച്ചാൽ അള്ളാഹിനെ ഓർത്തുകൊണ്ട് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകൾക്ക് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അവനിക്ക് എല്ലാ വിഷയങ്ങളിലും അള്ളാഹു തആല ഒരു തുറവി കൊടുക്കും, അവൻ എവിടെയും പെടൂല എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ പറയാണ്, തെറ്റുകളിൽ നിന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വിട്ടു നിൽക്കുന്നവന് യജ്അൽ ലഹു മഖ്റജ, എല്ലാ വിഷയത്തിലും അള്ളാഹു തആല ഒരു തുറവി കൊടുക്കും, എവിടെയും പെട്ടുപോകില്ല. മോളെ കെട്ടിക്കാനുണ്ടായി പെട്ടുപോകില്ല, വീടുണ്ടാക്കുമ്പോൾ പെട്ടുപോകില്ല, ഒരു ഘട്ടത്തിലും പെട്ടുപോകില്ല. അവനിക്ക് അള്ളാഹു തആല ഇങ്ങനെ തുറവി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവനിക്ക് അള്ളാഹു തആല ചെരിഞ്ഞു കൊടുക്കും. മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ അറിയാത്ത ഭാഗത്തൂടെ അള്ളാഹു തആല അവനിക്ക് വേണ്ടതൊക്കെ അള്ളാഹ് കൊടുക്കും. ഇതാണ് തഖ്വ ഉള്ള ആളുകളെ പറ്റിയിട്ട് അള്ളാഹു തആല പറയുന്നത്. ആ തഖ്വ എന്ന് പറയുന്നത് അത്രയും പവറുള്ള തഖ്വയായിട്ട് വരണം. തെറ്റുകളെ സൂക്ഷിച്ച് അത് വലിയ ലെവലിലേക്ക് എത്തണം. അത് നമ്മൾ ഇനി ചർച്ച ചെയ്യും എങ്ങോട്ടേക്കാണ്, അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ. അപ്പോൾ ഈ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, തഖ്വ ഉള്ളവരെ അള്ളാഹു തആല ഒരിക്കലും കൈവെടിയൂല എന്ന് പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലായി? തഖ്വയില്ലാതെ സ്വന്തം ദേഹേച്ഛക്കനുസരിച്ച് പിശാചിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ അള്ളാഹു തആല അവനങ്ങ് ഏൽപ്പിക്കും. എന്നാൽ പിന്നെ ഓനായിക്കോട്ടെ, അള്ളാഹു തആല പിന്നെ ഏറ്റെടുക്കൂല. അത് ഭയങ്കര പ്രശ്നമാണ്. അതോടുകൂടെ ഒരു മനുഷ്യൻ്റെ ജീവിതം തീരും. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഇനി പറയുന്നത് ഇന്ന ത്വരീഖ ശരീഅത്തുൻ വത്വരീഖത്തുൻ വഹഖീഖത്തുൻ. ഇന്ന ത്വരീഖ എന്ന് വെച്ചാൽ നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് എത്താൻ അല്ലെങ്കിൽ വിജയം വരിക്കാൻ 3 മാർഗങ്ങളുണ്ട്. വിജയം വരിക്കാൻ 3 മാർഗങ്ങളുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് മാനന്തവാടിയിൽ നിന്ന് കോഴിക്കോട് പോകാൻ ഒന്നുകിൽ കുറ്റ്യാടി വഴി പോകാം, അല്ലെങ്കിൽ കൽപ്പറ്റ വഴി പോകാം. അത് രണ്ടും അല്ലെങ്കിൽ മാനന്തവാടിയിൽ നിന്ന് നേരെ ഇരിട്ടി വഴി കണ്ണൂർ പോയി അങ്ങനെ കോഴിക്കോടേക്ക് വരാം. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ ഒന്നിലധികം വഴികളുണ്ടാവുമല്ലോ. എന്നതുപോലെ ഇന്നത്വരീഖ ശരീഅത്തുൻ വത്വരീഖത്തുൻ വഹഖീഖത്തുൻ, ഈ 3 വഴികളും എത്തിച്ചേരുന്നത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹു പറഞ്ഞനുസരിച്ചിട്ട് ജീവിക്കാനുള്ള 3 വഴികളാണ് ശരീഅത്തും ത്വരീഖത്തും ഹഖീഖത്തും എന്നാണ് നമ്മൾ പറയുന്നത്. ഈ പറഞ്ഞതിൽ ഡൗട്ടില്ലല്ലോ. എന്താണ് ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത് എന്ന് പറയാം. ഈ പറഞ്ഞത് പറഞ്ഞാൽ ഇത് 3 വഴികളാണ്. ഇത് 3 വഴികളാണ്. ഇതൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ വെള്ളിയാഴ്ച പോകുന്ന സൂറത്തുൽ കഹ്ഫ് ഉണ്ടല്ലോ, സൂറത്തുൽ കഹ്ഫില്ലേ, സൂറത്തുൽ കഹ്ഫിൽ ഖിദിർ നബി അലൈഹിസ്സലാമിനോടൊപ്പം മൂസാ നബി അലൈഹിസ്സലാം നടന്ന സമയത്ത് ഒരു കുട്ടിയെ കഴുത്തറുത്ത് കൊന്നല്ലോ, കഴുത്ത് ഞെരിച്ച് കൊന്നു ഖിദിർ നബി. ആ സമയത്ത് മൂസാ നബി ചോദ്യം ചെയ്തു, എന്ത് പണിയാണ് കാണിച്ചത്? മൻ ഖതല നഫ്സൻ മുഅ്മിനതൻ, എന്താ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്? ഫജസാഉഹു ജഹന്നം. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ, മുഅ്മിനായ ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ അവനിക്കുള്ള ശിക്ഷ നരകാണെന്നാണ്. ഇത് ശരീഅത്താണ്.
ഖിദിർ നബി അലൈഹി സ്വലാം പറഞ്ഞത് എന്താ? അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖിദിർ നബിക്ക് ശരീഅത്തിൻ്റെ മേലല്ല അന്നേരമുള്ളത്. ഖിദിർ നബി അപ്പോൾ ഹഖീഖത്തിൻ്റെ ആളാണ്. ഖിദിർ നബി. അപ്പോൾ അള്ളാഹുവിലേക്ക് എത്താനുള്ള ഖിദിർ നബിയുടെ മാർഗം ഹഖീഖത്താണ്. ആ ഹഖീഖത്തനുസരിച്ചിട്ട് ആ കുട്ടി പിന്നീട് മാതാപിതാക്കൾക്ക് വിനയാകുന്ന, ഇസ്ലാമിന് പേരുദോഷം വരുത്തുന്ന ആളാവാൻ പോകുന്ന ആളാണ് അദ്ദേഹം ഇപ്പം മരിച്ചിട്ടില്ലെങ്കിൽ എന്ന് ഖിദിർ നബിക്ക് അള്ളാഹു താല അറിയിച്ചു കൊടുത്ത്, അങ്ങനെ ആ കൽപ്പന പ്രകാരം ഖിദിർ നബി അങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരേ സ്ഥലത്തെത്താൻ ഒന്നിലധികം മാർഗങ്ങളുണ്ടാവും. അപ്പോൾ ഒരു മാർഗത്തിലുള്ളത് മറ്റേ മാർഗത്തിലുള്ള ആൾക്ക് പറ്റിക്കൊള്ളണം എന്നില്ല. ഏതുപോലെ മൂസാ നബിക്ക് ആ കുട്ടിയെ കൊല്ലൽ പറ്റൂല എന്നതുപോലെ. നിങ്ങൾക്ക് മനസ്സിലായോ? മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എന്താ പറയുക, വലിയ വലിയ ഔലിയാക്കന്മാർ കാട്ടിൽ പോയിട്ട് ഒരുപാട് കാലം ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. ചെറിയ ഒരു നുറുക്ക് വെള്ളം കൊണ്ടൊക്കെ നോമ്പെടുക്കുകയും നോമ്പ് തുറക്കുകയും, നിങ്ങൾക്കറിയില്ലേ മുഹീദ്ദീൻ ഷെയ്ഖ് 25 വർഷത്തോളം ഇങ്ങനെ ചുറ്റി നടന്നിട്ടുണ്ട്. നമ്മൾ മുഹീദ്ദീൻ മാലയിൽ ഓതുന്നതല്ലേ. അങ്ങനെ ചുറ്റി നടക്കാൻ പെണ്ണും കുട്ടികളൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ശരീരത്തിൻ്റെ മേൽ ജീവിക്കുന്ന എന്നെയും നിങ്ങളെയും പോലെയുള്ള ആളുകൾക്ക് അത് പാടുണ്ടോ? പരക്കാരെ യാതൊരു ഉത്തരവാദിത്വം നോക്കാതെ, അവരൊരു കാര്യം ശ്രദ്ധിക്കാതെ നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ പാടുണ്ടോ? പറ്റൂല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമാണ്. അവർക്കത് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ശരീഅത്തിൻ്റെയും ത്വരീഖത്തിൻ്റെയും ഹഖീഖത്തും ഇത് മൂന്ന് വഴിയാണ്. നമുക്ക് പോവാൻ ഏറ്റവും പറ്റിയ വഴിക്ക് നമ്മൾ പോവാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കോഴിക്കോട് നിന്ന് ഒരാൾക്ക് കൊച്ചിയിലേക്ക് പോകണം. ഒന്നുകിൽ മൂപ്പർക്ക് ട്രെയിനിൽ പോവാം, അല്ലെങ്കിൽ ബസ്സിൽ പോവാം, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോകാം. 5 പൈസക്ക് വകയില്ലാത്തൊരുത്തൻ ഓൻ എങ്ങനെയെങ്കിലും പൈസ കണ്ടെത്തിയിട്ട് ട്രെയിനിന് കൊടുക്കാനുള്ളൊരു ചെറിയൊരു ചാർജ് ഉണ്ടാക്കാൻ അവനെ കൊണ്ട് കഴിയുള്ളൂ. അങ്ങനെ ഒരു ജനറൽ സീറ്റിനുള്ള ഒരു 10-50 റുപ്യ അവനിക്ക് ഒപ്പിക്കാൻ കഴിയും. അങ്ങനെ കഴിയുന്ന ഒരാൾ ഓന് എ സി ബസ്സിലിരുന്നിട്ട് മറ്റേ ഗുരുഡേലോ ഏതെങ്കിലും കയറിയിട്ട് പോകണമെന്ന് അത് ഓനെ സംബന്ധിച്ചിടത്തോളം നടക്കാത്ത കാര്യമാണ്. എന്നുവെച്ചാൽ ഓൻ്റെ വഴി അതല്ല, അല്ലെങ്കിൽ ഓൻ്റെ വഴി ഫ്ലൈറ്റ് കയറി പോക്കല്ല. അങ്ങനെ ഓരോരുത്തർക്കും അതിൻ്റെതായ വഴികളുണ്ട്. അപ്പോൾ ആ വഴി അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ എന്താ? ശരീഅത്താണ്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ അടുത്ത വരിയിൽ പറയും. അതുപോലെ രണ്ടാമത്തെ വരി ത്വരീഖത്താണ്. മൂന്നാമത്തെ വഴി ഹഖീഖത്താണ്. ഇത് മൂന്നിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യും. ഫസ്മഅ ലഹാ മാ മുസ്സില. ഇനി പറയാൻ പോകുന്ന ഉദാഹരണങ്ങളിലൂടെ നീ കേൾക്കണം, എന്നിട്ട് അതിനെ മനസ്സിലാക്കണം. എന്താ ഉദാഹരണം? കേട്ടോളി. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ മഖ്ദൂം തങ്ങൾ വളരെ മനോഹരമായി സിമ്പിളായ മറ്റൊരു ഉദാഹരണം പറയുന്നത്. നിങ്ങൾ സങ്കല്പിച്ച് നോക്ക്, ഒരു കടൽ, ആഴക്കടലിനെ സങ്കല്പിക്കുക. ആഴക്കടലുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു കപ്പലുണ്ട്, ആഴക്കടലിനുള്ളിൽ കുറച്ച് മുത്തുകളുണ്ട്. ഇത് മൂന്നും സങ്കല്പിച്ചില്ലേ? ഈ ആഴക്കടലിന് മുകളിൽ നിൽക്കുന്ന കപ്പലാണ് എന്ത്? ശരീഅത്ത് എന്ന് പറയുന്നത്. ആഴക്കടലാണ് എന്ത്? ത്വരീഖത്ത് എന്ന് പറയുന്നത്. ആഴക്കടലിൻ്റെ അടിയിലുള്ള മുത്താണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. ഓക്കെ. ഫശരീഅത്തുൻ. അപ്പോൾ ശരീഅത്ത് എന്ന് പറയുന്നത് സഫീനത്തിൻ, അതൊരു സഫീന പോലെയാണ്. സഫീനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സഫീന പാട്ട് ഒക്കെ കേട്ടില്ലേ നിങ്ങൾ? സഫീനത്ത് എന്ന് പറഞ്ഞാൽ കപ്പൽ. ശരീഅത്ത് ഒരു കപ്പൽ പോലെയാണ്. ത്വരീഖത്തോ ത്വരീഖത്തുൻ കൽ ബഹരി, ആഴക്കടൽ പോലെയാണ്, കടൽ പോലെയാണ്. ഫുമ്മ ഹഖീഖത്തുൻ, ഹഖീഖത്താവട്ടെ ദുർറുൻ ഗല, വളരെ വിലപിടിപ്പുള്ള മുത്ത് പോലെയാണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ മൂന്നിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിലേറ്റവും സേഫായിട്ടുള്ള സ്പേസ് ഏതാണ്? ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ഏതാ? നിങ്ങൾ പറയും. കപ്പലാണ് അല്ലേ? ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ കപ്പലല്ലേ? അതെ. അപ്പോൾ ഒരു മനുഷ്യനിക്ക് ആഴക്കടലിൽ ജീവിക്കുന്നതിലും ഈ മുത്തിൻ്റെ ഒപ്പം ഇങ്ങനെ ഇരുന്ന് ജീവിക്കുന്നതിലും സേഫായതെന്താ?
കപ്പലിലിരിക്കലാണ്. അവിടെ ഇരുന്നാൽ മതി, കുഴപ്പമില്ല. കപ്പലിലിരുന്നാൽ തന്നെ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ കപ്പലാണ് എനിക്ക് ഏറ്റവും സേഫായിട്ടുള്ള മാർഗം. പിന്നെ കടലാണ്, പിന്നെയും സേഫ് കടലാണ്. ഈ കടൽ എന്ന് പറയുമ്പോൾ അതിൽ ഇറങ്ങി നീന്തേണ്ടി വരും, മുങ്ങി മരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഒരുപാട് ആൾക്കാർ കടലിൽ മുങ്ങി മരിച്ചിട്ടുണ്ട് അല്ലേ? തസവുഫിൻ്റെ പേരിൽ തസവുഫിലേക്ക് ഇറങ്ങിയിട്ട് പലരും മുങ്ങി മരിച്ചു പോയിട്ടുണ്ട്, അവർക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സേഫായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് കപ്പലിൽ നിൽക്കുക എന്നുള്ളതാണ്. കടലിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ മുത്തിലേക്ക് എത്തണം. പിന്നെ മുത്ത് എന്ന് പറഞ്ഞാൽ ഹക്കീക്കത്ത്. ആ മുത്തിലേക്ക് എത്തണമെങ്കിലോ മുത്തിലേക്ക് പിടിച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഒരാൾ വേണം. ഒറ്റക്ക് പോയാൽ ശ്വാസം മുട്ടി ചിലപ്പം ചത്തുപോകും, മരിച്ചു പോകും. അപ്പോൾ ആരേ കടലിൽ ഇറങ്ങണ്ടുള്ളൂ? തന്നെ കൈ പിടിച്ചിട്ട് ആ മുത്തിലേക്ക് എത്തിച്ചേരുന്ന് 100% ഉറപ്പുള്ള ആളുണ്ടെങ്കിലേ ഒരാൾക്ക് കടലിലേക്ക് ചാടാൻ പാടുള്ളൂ. എന്നതുപോലെ നമ്മളീ പഠിക്കുന്ന നിസ്കാരം നിർബന്ധമാണ്, കള്ളുകുടി ഹറാമാണ് എന്നിങ്ങനെ നമ്മൾ ഓരോന്ന് പഠിച്ചു വരുന്ന നമ്മുടെ ആരാധനകൾ, അതുപോലെ തന്നെ നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ കുടുംബം, ഈ സാധനങ്ങളൊക്കെ പൊതുവേ ഉള്ള മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന ഈ ഒരു രീതിക്കാണ് ശരീഅത്ത് എന്ന് പറയുക, ശരീഅത്തിൻ്റെ ജീവിതം. ഈ ശരീഅത്തിൻ്റെ ജീവിതത്തിൽ നിന്നിട്ട് ഒരാൾ ത്വരീഖത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ത്വരീഖത്തിൽ പോകണമെങ്കിൽ നിർബന്ധമായിട്ടും ആ കടലിൻ്റെ ആഴക്കടലിൽ കിടക്കുന്ന ആ മുത്തിലേക്ക് എത്തിച്ചു തരാൻ ഒരാളുണ്ടെങ്കിലേ ആ വഴിക്ക് കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മുങ്ങിച്ചത്തു പോകും. ഇത് മനസ്സിലായില്ലേ? അങ്ങനെ ത്വരീഖത്തിലേക്ക് ഇറങ്ങിയാൽ ഈ കടലിലേക്ക് ഇറങ്ങാതെ ആയിരിക്കെങ്കിലും മുത്തിൻ്റെ അടുത്ത് എത്താൻ കഴിയുമോ ആഴക്കടലിലുള്ള? അപ്പോൾ ഇതൊരു റൂട്ടാണ്. ഇതിലൂടെ പോയാൽ തന്നെ അങ്ങ് എത്തും. ശരീഅത്തിലൂടെ പോയാൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തും, അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാൻ കഴിയും. ഇനി ഒന്നും കൂടി ഉയർന്ന ലെവലാണ് ഒന്നുകൂടി ഉയർന്ന ലെവലാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. ഈ ത്വരീഖത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ എന്ത് വേണം? കൃത്യമായ മുറബ്ബിയായ ഷെയ്ഖ് വേണം. ഏതുപോലെ? മുറബ്ബിയായ ഷെയ്ഖ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിചാരങ്ങൾ പോലും കാണാൻ കഴിയുന്ന ഷെയ്ഖിനാണ് മുറബ്ബിയായ ഷെയ്ഖ് എന്ന് പറയാം. നമ്മളെ നിയന്ത്രിക്കുക അയാൾ. നമുക്കൊരു ഹറാമ് നമ്മുടെ മനസ്സിലേക്ക് തോന്നുമ്പം അപ്പം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അങ്ങനെ ചെയ്യലടാ എന്ന് പറയാൻ കഴിയുന്ന ആൾക്കാണ് മുറബ്ബിയായ ഷെയ്ഖ് എന്ന് പറയാം. അങ്ങനത്തെ ഒരു ഷെയ്ഖില്ലാതെ ഇതിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിശാചിൻ്റെ കണിയിൽ പെടും. അങ്ങനെ പരാജയപ്പെടേണ്ടി വരും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതിനാണ് ത്വരീഖത്ത് എന്ന് പറയുന്ന രണ്ടാമത്തെ മാർഗം. മൂന്നാമത്തെ മാർഗമാണ് ഹഖീഖത്ത്. ഹഖീഖത്ത് എന്ന് പറയുന്നത് ഈ ത്വരീഖത്തും കഴിഞ്ഞിട്ട് ആ മുത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരാളും ഇങ്ങ് പോരൂല, ആ മുത്തുമ്മിൽ ഉറച്ചു നിൽക്കും. ആ ഒരു അവസ്ഥക്കാണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ശരീഅത്ത് എന്ന് പറയുന്നത് ഒരു കപ്പൽ പോലെയാണ്, ത്വരീഖത്ത് എന്ന് പറയുന്നത് ആ കപ്പൽ നിൽക്കുന്ന കടൽ പോലെയാണ്. ഹഖീഖത്താവട്ടെ ആ കടലിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് അതിൻ്റെ ഏറ്റവും അറ്റത്ത് ആഴത്തിൽ ചെന്നിട്ട് എടുക്കാനുള്ള മുത്തിനാണ് എന്ത് പറയുക? ഹഖീഖത്ത് എന്ന് പറയുന്നത്. ദുർറുൻ ഗല, വളരെയേറെ മൂല്യമേറിയ മുത്താണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഓരോന്ന് വ്യത്യാസപ്പെടുന്നത് നമുക്കൊന്ന് നോക്കാം. ഫശരീഅത്തുൻ, അപ്പോൾ ശരീഅത്താകുന്നത് അഖ്ദുൻ ബിദീനിൽ ഖാലിഖി. ശരീഅത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല, ഖാലിഖായ അള്ളാഹുവിൻ്റെ ദീനിനെ പിടിച്ച് ജീവിക്കലാണ്. ഫശരീഅത്തുൻ, ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അഖ്ദുൻ ബിദീനിൽ ഖാലിഖി, ഖാലിഖായ പടച്ചവനായ ഖാലിഖായ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ദീന് പിടിച്ച് അതനുസരിച്ച് ജീവിക്കുന്നതിനാണ് എന്ത് പറയുക? ശരീഅത്ത് എന്ന് പറയുന്നത്. വ ഖിയാമുഹു ബിൽ അംരി വന്നഹി ഇൻജല, അതുപോലെ തന്നെ അമ്രും നഹിയും, വ്യക്തമായ നഹിയും അമ്രും അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, അതിനനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ശരീഅത്ത് എന്ന് പറയുന്നത്. ഈ ശരീഅത്താണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ഫിഖ് പഠിക്കുകയാണെങ്കിലും നമ്മൾ അഖീദ പഠിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും എന്താ ചെയ്യുന്നത്? ശരീഅത്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ശരീഅത്താണ് ആദ്യമായിട്ടുള്ള ഘട്ടം. മനസ്സിലായില്ലേ? ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. ഓക്കെ, ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല?
അല്ലേ, എന്ത് മജ്ലിസാണത്? നിങ്ങളെ വീട്ടിൽ നടക്കുന്നയാ? അത് എത്ര മണി വരെ ഉണ്ടാവും? ഇനി ഇനി എത്ര മിനിറ്റ് ബാക്കി ഉണ്ടാവും? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 15 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് പോക്കാണ് ഹയർ. ദുആ കിട്ടിയാൽ മതി നിങ്ങൾക്ക്, അതാണ് ഹയർ. എന്നാ പോയിക്കോളൂ ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ നിങ്ങൾ ധരിക്കും. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. ഞാൻ നോക്കിയിട്ട് ചർച്ച ചെയ്തിട്ട് പറയാം ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ നിങ്ങൾ ധരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ശരീഅത്ത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ച അംറുൻ നഹിയൊക്കെ അനുസരിച്ച് ഫിഖ്ഹിൽ നമ്മൾ പഠിക്കുന്ന, അഖീദയിൽ നമ്മൾ പഠിക്കുന്ന ഈ കാര്യങ്ങൾക്കനുസരിച്ച് ജീവിതം എങ്ങനെ കൊണ്ടുപോകാം. നമ്മുടെ ആദരണീയരായ ഉസ്താദുമാർ, നമ്മുടെ എന്താ പറയുക പണ്ഡിതന്മാർ, പള്ളിയത്തെ ഉസ്താദന്മാർ, ഖത്തീബന്മാർ, എല്ലാവരും നമ്മളെല്ലാവരും ഉള്ള ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് ശരീഅത്തിൻ്റെ റൂട്ടാണ്. അതിന് മുകളിലുള്ള വേറെ റൂട്ടാണ് ത്വരീഖത്തുൻ. ത്വരീഖത്ത് എന്ന് പറയുന്നത് മറ്റൊരു റൂട്ടാണ്. അതിൻ്റെ എന്താ പ്രത്യേകത? അഹ്ദും ബി അഹ്വത്ത. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അഹ്ദും ബി അഹ്വത്ത. എന്താണ് ആ റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഹ്വത്തായിട്ടുള്ളതിനെ എടുക്കും, എന്ന് വെച്ചാൽ ഏറ്റവും സൂക്ഷ്മമായതിനെ എടുക്കും, സൂക്ഷ്മതയുള്ളതിനെ എടുക്കും. വറവ് പോലെ എന്ന് പറഞ്ഞാൽ നോക്കി നിങ്ങൾ, ത്വരീഖത്തിൻ്റെ ആളുകൾ ശരീഅത്തിൻ്റെ ആളുകൾ നമുക്ക് ചിലപ്പോൾ കറാഹത്തുകളൊക്കെ ചിലപ്പം ചെയ്യും, കറാഹത്തുകളൊക്കെ വന്നു പോകും. അതേ സമയത്ത് കറാഹത്ത് ചെയ്താൽ കുറ്റമുണ്ടോ? കുറ്റമില്ലല്ലോ, കുറ്റമില്ല. അതേ സമയത്ത് ത്വരീഖത്തിലേക്ക് എത്തുന്ന സമയത്ത് ഒരു കറാഹത്ത് പോലും പിന്നെ ചെയ്യാൻ പറ്റൂല. ആ അവസ്ഥയാണ് അഹ്വത്തായതിനെ പിടിക്കുക. അതിനാണ് എന്ത് പറയുന്നത്? ത്വരീഖത്ത് എന്ന് പറയുന്നത് ഏറ്റവും സൂക്ഷ്മത എന്നൊക്കെ പറയുന്ന എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തുക. അതാണ് ത്വരീഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞാൽ ശരീഅത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കണം, ശരീഅത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുക, അതോടൊപ്പം സൂക്ഷ്മമായിട്ട് എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തുക. നാവിൻ്റെ ഓരോ അനക്കങ്ങളും അള്ളാൻ്റെ ദിക്റിലല്ലാതെ ചിലവാകുന്നുണ്ടോ? വല്ല സംസാരവും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു വാക്ക്, ഒരു പദമെങ്കിലും ഹറാമായത് വരുന്നുണ്ടോ എന്ന് ഭയങ്കര ശ്രദ്ധ ഉണ്ടാവും. ചിന്തയിൽ ആരോടെങ്കിലും ഇതുണ്ടോ എന്നുള്ള ഭയങ്കരമായുള്ള സൂക്ഷ്മത ഉണ്ടാവും. അതുപോലെ മറ്റിടപാടുകളിൽ, പ്രവർത്തനങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും വല്ല കറാഹത്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇതിൻ്റെ ഷറഹിൽ പറഞ്ഞത്, ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരു വിശദീകരണം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പഠിക്കുക, സലഫു സാലിഹിങ്ങളുടെ ഔലിയാക്കന്മാരെ ജീവിതം പഠിച്ചിട്ട് അവരിവിടെ എങ്ങനെയാണ് ചെയ്തത് അതനുസരിച്ച് ചെയ്യുക. ശരീഅത്തും കഴിഞ്ഞിട്ട് അവർ ചെയ്തിട്ടുള്ള ഉന്നതമായ ആ രൂപത്തിൽ ചെയ്യുക. അതിനാണ് ശരീഅത്ത് കഴിഞ്ഞിട്ടുള്ള ഹഖീഖത്ത് എന്ന് പറയുക, ത്വരീഖത്ത് എന്ന് പറയുക. അപ്പം അങ്ങനെ ത്വരീഖത്ത് എന്നുള്ള ലെവലിലേക്ക് എത്തുമ്പോൾ നബിതങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുമായിരുന്നു? രാത്രിയുടെ പകുതി കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിസ്കരിക്കുമായിരുന്നു. ശരീഅത്ത് പോകുന്ന ഒരാൾ ആ സമയത്തൊക്കെ എണീച്ച് നിസ്കരിച്ചോണമെന്നില്ല, അല്ലെങ്കിൽ അയാൾ ശരീഅത്തിലാണ്. പക്ഷേ ത്വരീഖത്ത് എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ ആ കാര്യം കൂടി നബി ചെയ്തതാണല്ലോ ഞാനും ചെയ്യുക, സുന്നത്തിനെ പൂർണ്ണമായി ഇത്തിബാ ചെയ്യുക. ആ ഒരു അവസ്ഥയൊക്കെ എത്തുമ്പോഴാണ് എന്താവുന്നത്? ത്വരീഖത്താവുന്നത്. അപ്പോൾ ഒരു കാര്യം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. ത്വരീഖത്ത് എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു ത്വരീഖത്തുണ്ട്. ആ ത്വരീഖത്തിൻ്റെ പ്രത്യേകത എന്താ? അതിൽ കയറിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം ഒന്നും നിർബന്ധമൊന്നുമില്ല എന്ന് പറയുന്ന ത്വരീഖത്ത്. ആ ത്വരീഖത്ത് എന്ന് പറയുന്നത് അപ്പോൾ ശരീഅത്ത് പാലിക്കാതെ ഒരു ത്വരീഖത്തും ഇല്ല. അതനുസരിച്ച് ആ ത്വരീഖത്ത് ശരിയല്ല. കാരണം ശരീഅത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളിലും സൂക്ഷ്മത ഉണ്ടാവുക എന്നുള്ള അവസ്ഥയാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ശരീഅത്ത് പറഞ്ഞ കാര്യം തന്നെ ഒരാൾ ചെയ്യുന്നില്ലെങ്കിൽ അയാൾ ഒരിക്കലും ത്വരീഖത്ത് ശരിയല്ല എന്ന് മനസ്സിലാക്കണം. ഒന്നും കൂടി പറഞ്ഞാൽ, പിന്നെ പൊന്മൾ ഉസ്താദ് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് പണ്ട്. ഉസ്താദ് ദർസ് നടത്തുന്ന പള്ളിയിൽ ഒരാൾ കയറി വന്ന് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ ഉസ്താദും മുത്താലിമിങ്ങളൊക്കെ നിസ്കരിച്ചു. ഇയാൾ ജമാഅത്തിനൊന്നും കൂടിയില്ല, പള്ളിയിൽ ആ പുറത്തിങ്ങനെ ഒരു വലിയ കെട്ടിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഉസ്താദിനോട് സംസാരിച്ച സമയത്ത് നിങ്ങളെന്തേലും ജമാഅത്തിന് കൂടാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ മറുപടി പറഞ്ഞത്, എനിക്ക് അങ്ങനെ ജമാഅത്തിലൊന്നും കൂടേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കങ്ങനെ നിസ്കാരമൊന്നും അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ഞാനിപ്പം വേറൊരു അവസ്ഥയിലുള്ള, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഉസ്താദ് അയാൾ ഓടിച്ചെന്നാണ് പറഞ്ഞത്. കാരണം എന്താ, ശരീഅത്തില്ലാതെ ഒരു ത്വരീക്കത്ത് പറയാൻ, വിലായത്തിൻ്റെ വർത്തമാനം പറയാൻ ഒരാൾക്ക് കഴിയില്ല. നിസ്കരിക്കാത്തൊരു വലിയ ഉണ്ടാവില്ല. നിസ്കാരം എനിക്ക് നിർബന്ധമല്ല എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ പച്ച കള്ളനാണ് അയാളെന്ന് മനസ്സിലാക്കണം. തുടങ്ങി ഏറ്റവും ബേസിക് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. വേറൊരു ഷെയ്ഖിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അയാൾക്ക് സ്ത്രീകളെ അയാളെ കൈപിടിച്ച് ചുംബിക്കും, സ്ത്രീകൾക്ക് ചുംബിക്കാൻ പറ്റും, സ്ത്രീകളെ തൊടാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഷെയ്ഖന്മാരുണ്ട്, നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ശരീഅത്തിന് തന്നെ വിരുദ്ധമാണ്. പിന്നെങ്ങനെയാണ് ത്വരീഖത്താവുക? പിന്നെങ്ങനെയാണ് അയാൾ വലിയാവുക? പിന്നെങ്ങനെയാണ് അയാൾ ഷെയ്ഖാവുക? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഷെയ്ഖ്, ത്വരീഖത്തിൻ്റെ ഷെയ്ഖ് എന്ന് പറഞ്ഞ് വരുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ പൂർണ്ണമായും ശരീഅത്തിനെ അങ്ങേയറ്റം അനുസരിച്ച് ജീവിച്ച ആളായിരിക്കണം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ CM വലിയുല്ലാഹി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ജീവിതം എന്തായിരുന്നു? പൂർണ്ണമായും ശരീഅത്തനുസരിച്ചിട്ട് ജീവിച്ചു. അങ്ങനെയാണ് അവർ വലിയ മക്കാമുകളിലേക്ക് എത്തിച്ചേർന്നത്. അതിലുപരിയായിട്ട് അവർ വീണ്ടും ഇബാദത്ത് ചെയ്ത് വലിയ അവസ്ഥകളിലേക്ക് അല്ലാഹു തആല എടുത്തുയർത്തുന്നതാണ്. ഈ വിലായത്ത് എന്നൊക്കെ പറയുന്നത് അതിങ്ങനെ കുറേ അങ്ങ് ചെയ്താൽ ഇങ്ങനെ കിട്ടുന്നൊരു അത് പടച്ചോൻ കൊടുക്കുന്നതാണ്. അധ്വാനിക്കുക, ഹൃദയം നന്നാക്കുക, അമല് നന്നാക്കുക, ചിന്ത നന്നാക്കുക, പ്രവൃത്തി നന്നാക്കുക, അധ്വാനിക്കുക, നിയത്ത് നന്നാക്കി അധ്വാനിക്കുക. ചിലപ്പം പടച്ചോൻ തരും, കിട്ടിയാൽ അൽഹംദുലില്ലാ. അതാണ് വിലായത്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മളെ കൊണ്ട് കൽപ്പിക്കപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശരീഅത്ത് പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി തഖ്വല്ലിലാഹി മദാറു കുല്ലി സആദത്തിൻ, എല്ലാ വിജയത്തിൻ്റെ അടിസ്ഥാനം തഖ്വ ഉണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹുവിനിക്ക് വേണ്ടി അള്ളാഹുവിനെ ഭയഭക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും അവൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് എല്ലാ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ, അതില്ലാതെ ഒരാൾ എങ്ങനെയാണ് പിന്നെ ത്വരീഖത്തിൻ്റെ ആളാവുക? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ വത്വരീഖത്തുൻ അഖ്ദും ബി അഹ്വത കൽവറ, ഏറ്റവും സൂക്ഷ്മമായതെടുക്കലാണ്, ഏറ്റവും അഹ്വത്തായതിനെടുക്കലാണ്, ഏറ്റവും സേഫായതിനെടുക്കലാണ്. കൽവറ, വറ പോലെ. വറ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. വറ എന്ന് പറഞ്ഞാൽ ഭയങ്കര വറ ഉള്ള ആളാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭയങ്കര സൂക്ഷ്മതയായിരിക്കും എല്ലാ വിഷയത്തിലും. 100% ഹലാലാണെന്ന് ഉറപ്പായ ഭക്ഷണം കഴിക്കുള്ളൂ. ഇത് ആരോ കൊണ്ടുത്തന്നു കഴിഞ്ഞാൽ അയാളൊന്ന് പരിശോധിക്കും. അയാൾ ബ്ലൈഡ് ചെയ്യുന്ന ആളാണോ, അയാൾ പലിശക്ക് പണം കൊടുക്കുന്ന ആളാണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് മാത്രം കഴിക്കുക. അങ്ങനെ ഒരു സൂക്ഷ്മതയോടുകൂടെ കഴിക്കുന്ന ആൾ, ഇതിപ്പം ശരിക്കും അർത്ഥ ഭക്ഷണം തന്നെ ആയിരിക്കുമോ? അങ്ങനെയുള്ള ഒരു സൂക്ഷ്മതയോടുകൂടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ആ അവസ്ഥയാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. അസീമത്തുൻ, രണ്ടാമത്തെ ഒരു ഉദാഹരണം പറയാണ്. അസീമത്തുൻ അഹ്ദും ബി അഹ്വത്ത കൽവറ. അസീമത്തുൻ, ഭയങ്കര ഉറപ്പുണ്ടാവും. ഏറ്റവും സൂക്ഷ്മമായ കാര്യം അനുസരിച്ച് ചെയ്യുക, പ്ലസ് അസീമത്തുൻ, ഭയങ്കര മനസ്ഥൈര്യത്തോടുകൂടെ ഉറച്ച തീരുമാനത്തോടുകൂടെയുള്ള പ്രയാസപ്പെട്ട കാര്യങ്ങൾ, ഇബാദത്തുകളൊക്കെ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ആ അവസ്ഥ എന്ന് പറയുന്നത്. കരിയാലത്തിൻ, റിയാല പോലെ. റിയാല എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഇരുത്തത്തിൽ ഇത്ര ലക്ഷം ദിക്റുകൾ ചൊല്ലി തീർക്കുക. അതൊരു ഷെയ്ഖിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ആ ഒരവസ്ഥക്കാണ് എന്ത് പറയുന്നത്? മുത്തബത്തിലൻ, പൂർണ്ണമായ ഭക്തനായിക്കൊണ്ട് അങ്ങനെ റിയാല വീട്ടുക, അതുപോലെയുള്ള അവസ്ഥക്കാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ അവസ്ഥ എന്നുള്ള ഇതൊരു വഴിയാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. ശരീഅത്ത് പോലെ സേഫായ വഴിയേ അല്ല ത്വരീഖത്ത് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ള ശരീഅത്ത് എന്ന് പറയുന്ന വഴിയിൽ നിന്ന് വളരെ വിഭിന്നമാണ്. അത് ഉയർന്നതാണ്, അതേസമയത്ത് സേഫ് അല്ല. കടലിൽ ഇറങ്ങുന്നത് പോലെയാണ്. മുങ്ങി മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്ങനെയല്ലെങ്കിൽ കൃത്യമായി നമ്മെ വഴി നടത്താനുള്ള കഴിവുള്ള ആൾ ഇല്ലെങ്കിൽ. ഉലമാ പറഞ്ഞത് എന്താ? തർബിയത്തിൻ്റെ മശായിഖന്മാർ അതിന് കഴിവുള്ള, ഇപ്പം മുഹീദ്ദീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖ്, CM വലിയുല്ലാഹി, അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ജീവിച്ച നമ്മൾ അറിയപ്പെട്ട ഒരു വിലായത്തുകൊണ്ട് അറിയപ്പെട്ട ആളാണ് CM വലിയുല്ലാഹി. അതുപോലെയൊക്കെയുള്ള വലിയ വലിയ മഹാന്മാർ, മമ്പുറത്ത് തങ്ങൾ, ഏർവാടി ഷെയ്ഖ്, ഇവരെ പോലെ വിലായത്ത് കൊണ്ട് ഇന്നറിയപ്പെടുന്ന ആളുകൾ എത്രയോ കാലം മുന്നേ തന്നെ അത് നിന്നുപോയിട്ടുണ്ട്.
എന്നുവെച്ചാൽ പരസ്യമായിട്ട് അവരിന്ന് രംഗത്തില്ല. രഹസ്യമായി നിൽക്കുന്ന ആളുകൾ, അവരെ നമുക്ക് അളക്കാനോ നമുക്ക് മനസ്സിലാക്കാനോ അവരെ കഴിയില്ല. അവരെ നമുക്ക് അളന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് 100% ബോധ്യമില്ലാത്ത നമ്മുടെ ഉസ്താദുമാർ പോവരുതെന്ന് പറയുന്ന ഒരു ഷെയ്ഖിൻ്റെ അടുത്തും നമ്മൾ പോവാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് കടലാണ് എന്നുള്ളത് നമുക്ക് ഓർമ്മ വേണം. വത്വരീക്കത്തുൻ എന്താ നമ്മളിപ്പോൾ പറഞ്ഞത്, കൽ ബഹരി, വത്വരീക്കത്തുൻ കൽ ബഹരി, സമുദ്രം പോലെയാണ്. സമുദ്രത്തിലേക്ക് ഇറങ്ങുമ്പോൾ 100 വട്ടം ചിന്തിച്ചിട്ടേ ഇറങ്ങാൻ പാടുള്ളൂ. കാരണം പിന്നെ ഗൈഡ് ചെയ്യാൻ, കൃത്യമായി ഗൈഡൻസ് തരാൻ കഴിവുള്ള ആളല്ല എങ്കിൽ, അത് പ്രത്യേകിച്ച് ആലിമീങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവരുത് എന്ന് പറയപ്പെട്ട ആളാണെങ്കിൽ ഉറപ്പാണ് മുങ്ങും. പിന്നെ അമല് നന്നാവില്ല, പിന്നെ ജീവിതം കുളായിപ്പോകും. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ശരീഅത്തനുസരിച്ച് ജീവിച്ചാൽ തന്നെ ഒരാൾക്ക് വിജയിക്കാൻ കഴിയും. അതാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. പിന്നെ ത്വരീഖത്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ അത്രയും ഉറപ്പുള്ള, അത്രയും വിലായത്ത് കൊണ്ടൊക്കെ അറിയപ്പെട്ട ആളുകളുണ്ടെങ്കിൽ മാത്രം നടക്കുന്ന കേസാണ് എന്നുകൂടെ ഇതിൻ്റെ ചേർത്ത് വായിക്കണം. അപ്പോൾ 7 വൈത്തുകളാണ് നമ്മൾ ഇന്ന് എടുത്തത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. എന്തെങ്കിലും സംശയമുണ്ടോ, ഡൗട്ട് എന്തോ ഉണ്ടോ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തതിൽ? അസ്ബീർ AP, ജൻഷർ ഖാൻ, ഇനായത്തുള്ള, ബഷീർ AP, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളി. മഅരിഫത്ത് എന്ന് പറയുന്നത് ഈ ത്വരീഖത്തിലേക്ക് കടന്ന് ആ ഒരു അവസ്ഥയിൽ എത്തുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നതാണ് മഅരിഫത്ത് എന്ന് പറയുന്നത്. അതൊരവസ്ഥയല്ല. ഇത് 3 റൂട്ട് എന്ന് പറയുന്നത്. മെയിനായിട്ടുള്ള റൂട്ടുകളാണിത്. ത്വരീഖത്തിലേക്ക് കടന്നു കഴിഞ്ഞാലുള്ള ഒരുപാട് മർത്തബകളുണ്ട്, ലെവലുകളുണ്ട്. ത്വരീഖത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ലെവലുകളുണ്ട്. ആ ലെവലുകളെ പറ്റിയിട്ട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഒരാൾ ഈ ലെവലിലാണ് എല്ലാം നമുക്ക് പറയാൻ കഴിയില്ല. അത് അവർക്കേ അറിയുള്ളൂ. അപ്പോൾ പിന്നെ ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയ, ഒരു വലിയ ഏത് അവസ്ഥയിലാണ് ഉള്ളതെന്നുള്ള മനസ്സിലാക്കണമെങ്കിൽ വേറൊരു വലിയനെ അത് കഴിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ മഅരിഫത്തിൻ്റെ വ്യത്യസ്തമായ അതൊക്കെ ഓരോ എന്താ പറയുക, ഇത് വഴികളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഇനി ഓരോ വഴിയിലുള്ള ഹൈഗ്രേഡ് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ട്രെയിനിൽ പോകുന്ന ഒരാളാണെങ്കിൽ അതിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും, 3 ടയർ AC ഉണ്ടാവും, പിന്നെ അങ്ങനെ ഓരോ ഇതിലുണ്ടാവുമല്ലോ, A1, A2, A3 അതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഒരു വഴിയിൽ തന്നെ ഒന്നിലധികം വ്യത്യസ്തമായ മർത്തബകളുണ്ടാവും. അതിൽപ്പെട്ട ആ അവസ്ഥയിൽ കിട്ടുന്ന, ആ സമയത്ത് ലഭിക്കുന്ന സമറത്താണ് അതിനെപ്പറ്റി പറയൽ സൂഫിയാക്കൾ. സമറത്ത് എന്ന് പറഞ്ഞാൽ ഫലം. അപ്പോൾ അള്ളാഹുവിലേക്ക് മനസ്സ് നന്നാക്കി അടുക്കുന്ന സമയത്ത് അള്ളാഹു തആല നൽകുന്ന ഒരു അറിവിനാണ് മഅരിഫത്ത് എന്ന് പറയുക. അത് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മൻ അമില ബിമാ അലിമ അല്ലമഹുല്ലാഹു മിമ്മ ലം യഅലം, അല്ലെങ്കിൽ ആ ആശയം വരുന്ന ഹദീസ് ഔ കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചതനുസരിച്ച്, അറിഞ്ഞതനുസരിച്ച് ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ അവനിക്ക് അള്ളാഹു തആല അറിയാത്തത് അറിയിച്ചു കൊടുക്കും. അപ്പോൾ ശരീഅത്തിൽ പോയാൽ തന്നെ ചിലപ്പോൾ മഅരിഫത്ത് കിട്ടും. അതെങ്ങനെ? ശരീഅത്തനുസരിച്ച് പൂർണ്ണമായിട്ട് ഓരോ സുന്നത്തും ഫർദും സുന്നത്തും എല്ലാ കാര്യങ്ങളനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല ഒരു പക്ഷേ മഅരിഫത്ത് തന്നേക്കാം. അങ്ങനെയുള്ള അറിവിന് പറയുന്ന പേരാണ് ലദുന്നിയായ അറിവ് എന്ന് പറയും. അത് പലർക്കും കിട്ടിയിട്ടുണ്ട്. അള്ളാഹു തആല നമുക്കൊക്കെ തരട്ടെ. പിന്നെന്താ ഡൗട്ട്? വേറെന്തോ ഡൗട്ടുണ്ടോ? ഈ പറഞ്ഞ ശരീഅത്തും ത്വരീഖത്തും ഹഖീഖത്തും എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ടൊരു കാര്യം, എന്താണ് ത്വരീഖത്ത്, എന്താണ് ശരീഅത്ത്, എന്താണ് ഹഖീഖത്ത്. ഈ 3 നമ്മൾ വിശദീകരിച്ചു. ഇതിൽ ശരീഅത്താണ് ഏറ്റവും എളുപ്പമുള്ള വഴി, ഏറ്റവും സേഫായിട്ട്, ഏറ്റവും പെട്ടെന്ന്, ഏറ്റവും സിമ്പിളായിട്ട്, ആരും പേടിക്കാനില്ലാതെ, ആക്സിഡൻറ്റ് പേടിക്കാനില്ലാതെ, ഒരു പ്രയാസം പേടിക്കാനില്ലാതെ രക്ഷപ്പെടാനുള്ള വഴി എന്ന് പറയുന്നത് ശരീഅത്താണ്. പിന്നെ ത്വരീഖത്താകുമ്പോൾ ഒന്നുകൂടി പ്രയാസമാണ്. ഹഖീഖത്ത് എന്ന് പറയുമ്പോൾ അതിലേറെ പ്രതിസന്ധിയാണ്. പക്ഷെ അതെല്ലാം ആ 2 അവസ്ഥകൾ ശരീഅത്തിനേക്കാളും ഉയർന്ന അവസ്ഥകളാണ്. പിന്നെ വേറെന്ന് പറഞ്ഞത് തഖ്വാനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് തഖ്വ? തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായും വിട്ടു നിൽക്കുക, കഴിവിൻ്റെ പരമാവധി നല്ല കാര്യങ്ങൾ ചെയ്യുക, സുന്നത്തുകളൊക്കെ ചെയ്യുക, കൽപ്പിച്ച കാര്യങ്ങൾ എന്തായാലും ചെയ്യുക. ഇതിനെ പറ്റിയിട്ടാണ്
തഖ്വ എന്ന് പറയുന്നത്. അതിനോടൊപ്പം നമ്മളൊരു കാര്യം പറഞ്ഞു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതിലും പ്രധാനം നിരോധിച്ച കാര്യങ്ങൾ തീരെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വല്ലതും സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ തൗബ ചെയ്യുക, തൗബ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ പിന്നെ അതിലേക്ക് പോകരുത്, അഥവാ പോയി കഴിഞ്ഞാൽ വീണ്ടും തൗബ ചെയ്യുക. അപ്പോൾ ഓരോ നിമിഷവും എൻ്റെ പൂർണ്ണമായ എൻ്റെ തെറ്റുകളൊക്കെ ഇപ്പം ക്ലിയറാണ് എന്ന് വരുത്തുന്ന ആ ഒരവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തഖ്വ എന്ന് പറയുന്ന അവസ്ഥ, അതുണ്ടാവുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് അവസാനിപ്പിക്കല്ലേ? സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.